നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS കിരീടത്തിലേക്ക് കുതിക്കുന്ന ഇന്റർ മയാമിക്ക് ഇന്ന് നടന്ന മത്സരത്തിൽ സമനില. അറ്റ്ലാന്റ യുണൈറ്റഡ് ആണ് അവരെ സമനിലയിൽ കുരുക്കിയിരിക്കുന്നത്. മത്സരത്തിൽ ഇരു ടീമുകളും 2 വീതം ഗോളുകൾ അടിച്ച് കൈകൊടുത്ത് പിരിയുകയായിരുന്നു. ഇന്റർ മയാമിക്ക് വേണ്ടി റൂയിസും കമ്പാനയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ ഗോളുകൾ ലോബ്സൈൻസും അതുപോലെ മിറിയൻചുക്കുമാണ് നേടിയിട്ടുള്ളത്. ഈ മത്സരത്തില് ആദ്യ 11 ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒന്നും ഇന്റർ മയാമിക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഉണ്ടായിട്ട് ഗ്രസലും കമ്പാനയും റോബ് ടൈലറുമായിരുന്നു. കളിയുടെ 29ാമത്തെ മിനിറ്റില് റൂയിസിലൂടെ ഇന്റർ മയാമി ലീഡ് എടുത്തതാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 56ാമത്തെ മിനിറ്റില് ലോബ്സൈൻസിലൂടെ അറ്റ്ലാന്റ ഒപ്പം പിടിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ കമ്പാന നേടിയ ഗോളിലൂടെ ഇന്റർ മയാമി വീണ്ടും ലീഡിലേക്ക് പോയതാണ്. കളിയുടെ 60 മിനിറ്റ് ആകുമ്പോൾ ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് വരുന്നു. 80 മിനിറ്റിലാണ് പിന്നെ ലൂയിസ് സുവാരസ് കളിക്കളത്തിലേക്ക് വന്നത്. എന്തായാലും 84ാമത്തെ മിനിറ്റിൽ മിറൻചുക്കിന്റെ ഗോൾ വന്നതോടെ അറ്റ്ലാന്റ യുണൈറ്റഡ് മത്സരം സമനിലയിൽ പിടിക്കുകയായിരുന്നു. മത്സരം സമനിലയിൽ പിരിഞ്ഞെങ്കിലും ഇന്റർ മയാമി തന്നെയാണ് ഇപ്പോൾ MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 1ാം സ്ഥാനത്ത് കുതിക്കുന്നത്. 29 കളികളിൽ നിന്ന് അവർക്ക് 63 പോയിന്റ് ഉണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.